നമസ്തേ. സന്ദേശമാല തുടരുകയാണ്. അന്യരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത് പലരുടെയും ഒരു സ്വഭാവമാണ്. അവരുടെ തെറ്റുകൾ ചികഞ്ഞ് കണ്ടുപിടിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയാൽ നമ്മളും തെറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തിനാണ് അവൻ്റെ തെറ്റുകൾ നാം അന്വേഷിക്കുന്നത്? അതുകൊണ്ട് നമുക്കെന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോണത്? നമ്മളെ മനസ്സ് മലിനപ്പെടുക എന്നല്ലാതെ മറ്റൊരു ഗുണവും അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി അതല്ല, അവരെ തിരുത്താനാണ് ആഗ്രഹമെങ്കിൽ ആദ്യം സ്വയം കുറ്റവിമുക്തനാവുകയാണ് വേണ്ടത്. അന്യരുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് മഹാപാപമാണ്. അതറിയാഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? നായ എപ്പോഴും ചെരുപ്പ് എടുത്തു കൊണ്ടുപോകും. അത് നായയുടെ ഒരു സ്വഭാവമാണ്. പന്നിയാകട്ടെ മലം തിന്നുകയും ചെയ്യും. ഇതിന് സമമാണ് അന്യരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ കുരങ്ങന് ഒരു ഓറഞ്ച് കൊടുത്തു നോക്കൂ, അവ ഉടനെ തന്നെ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഓറഞ്ചിൻ്റെ അല്ലികൾ എടുത്ത് കഴിക്കുന്നത് കാണാം. ഇതാണ് വിഭാഗയോഗം എന്ന് പറയുന്നത്. അതായത് കൊള്ളരുതാത്തതിനെ തള്ളി നല്ലത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. സ്വഭാവ മഹിമയിൽ പ്രഥമ സ്ഥാനം വിനയമധുരമായ വാക്കിനാണ്. വിദ്യയോട് ചേർന്നിരിക്കേണ്ട ഘടകമാണ് വിനയം. എന്നാൽ വിദ്യാഭ്യാസം സിദ്ധിച്ച പലരും ഇന്ന് വിനയത്തെ അവഗണിക്കുകയാണ് കാണുന്നത്. കർമ്മത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ വാക്കുകൾ. വാക്ക് മധുരമുള്ളതായിരിക്കണം. ഓരോ വാക്കും മധുരതരമായിരിക്കണം. ഒപ്പം കപടരഹിതവുമായിരിക്കണം. മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നതായിരിക്കണം നമ്മുടെ ഓരോ വാക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ വാക്കിൻ്റെ ഉടമയായ സരസ്വതിയെ സ്തുതിക്കുന്നത്. സരസ്വതിയെ ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് വിശിഷ്ട കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. മലയാള ഭാഷയുടെ ആചാര്യനായ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് തന്നെ സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ്. നമുക്കും നമ്മുടെ നാക്കൊന്ന് പിഴച്ചാൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് യാതൊരു കണക്കുമില്ല. ധാരാളം ഉദാഹരണങ്ങൾ തന്നെ കാണാവുന്നതുമാണ്. അതിലേറ്റവും പ്രധാനം രാവണ സഹോദരനായ കുംഭകർണൻ തന്നെയാണ്. ദേവന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. എന്നിട്ട് നിർദേവത്വം എന്ന വരം ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, വരദാന സമയത്ത് നാക്കൊന്ന് പിഴച്ചുപോയി. നിദ്രാവിത്വം എന്നായിപ്പോയി ചോദിച്ചത്. നിദ്രാവിത്വം, അതിൻ്റെ അർത്ഥം എപ്പോഴും പൂർണ്ണ നിദ്രയിലാക്കുക എന്നാണ്. കണ്ടില്ലേ നാക്കു പിഴച്ചതിൻ്റെ ആ ദുരിതം നമ്മൾ? കുംഭകർണൻ ഏതോ കൂടുതൽ ഉറങ്ങിപ്പോകുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും, എന്താണ് കുംഭകർണനെ പോലെ കിടന്നുറങ്ങാണോ എന്ന് ചോദിക്കുന്നത്. നാം മറ്റുള്ളവരുമായി പരിചയപ്പെടുമ്പോഴും വാക്കുകൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കണം. അടുക്കും തോറും അകലാനിടയാക്കുന്ന വാക്കുകൾ നാവിൽ നിന്നും പുറത്തു വരരുത്. അത് പ്രത്യേകം ഓരോരുത്തരും സൂക്ഷിക്കണം. വാക്കിൽ നിന്നാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ
അതുകൊണ്ട് വാക്ക് പിഴ സംഭവിക്കാതെയും നാം സൂക്ഷിക്കണം. വാക്കുപിഴ ഒരു വല്ലാത്ത ദുരിതമാണ്. വാക്ക് പിഴച്ചാൽ എല്ലാം പിഴച്ചു. വാക്ക് നന്നായാലോ എല്ലാം നന്നായി. അർഹമായ സ്ഥാനത്ത് യഥാവിധി പ്രയോഗിക്കപ്പെടേണ്ട വിശിഷ്ടമായ ഒരു വാക്ക് സ്വർഗലോകത്തിൽ കാമദേവിനെ പോലെ അഭീഷ്ടം ചുരത്തും. പരിശുദ്ധമായി സംസ്കരിക്കപ്പെട്ട വാക്ക് ധരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്നേഹസമ്പന്നൻ. ഭഗവാൻ എല്ലാവരെയും ഈ ഭൂമുഖത്ത് സ്നേഹം കൊണ്ടാണ് നിർമ്മിച്ചത്. പ്രിയമുള്ളതും മധുരതരവുമായി സംസാരിക്കുന്നവരെ സജ്ജനങ്ങൾ എന്നും സ്മരിക്കുന്നതല്ലേ എന്ന് ആലോചിക്കുക എന്ന് മാത്രം ഇവിടെ പറയുന്നു. നിർത്തുന്നു.